തീജ്വാലകളൊക്കെ ഉള്ള നമ്മുടെ ഹീറ്റ് ബ്ലാസ്റ്റായിട്ട് ബെൻ മാറി. ഇതെന്ത് തേങ്ങയാണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. എൻ്റെ ദേഹത്ത് തീ പിടിച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് ബെൻ അന്തം വിടുകയാണ്. തനിക്ക് ഈ പവർ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബെൻ, എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോ, എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല എന്ന് അലറി വിളിച്ചതും അവിടെ വമ്പൻ എക്സ്പ്ലോഷൻ ഉണ്ടായി. ബെന്നിൻ്റെ ഹീറ്റ് ബ്ലാസ്റ്റ് രൂപത്തിൻ്റെ പ്രവൃത്തികളൊക്കെ കണ്ടതിന് ശേഷം ആ സൈബോർഗ് കരടി പേടിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഫോറസ്റ്റിലുണ്ടായിരുന്ന ആ വലിയ ലൈറ്റിങ്ങും പവറൊക്കെ കാരണം ആർമി ഉദ്യോഗസ്ഥരും അവിടെ എത്തി. ഇവിടെ എന്താ സംഭവിച്ചത്? ഉടൻ തന്നെ റേഡിയോയിൽ വിവരം അറിയിക്കുമെന്ന് ആർമി ഉദ്യോഗസ്ഥൻ പറയുന്നു. അങ്ങനെ ദൂരെ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഗ്വിന് ഗ്രാൻഡ്പാ മാക്സിൻ്റെ ഫോണിൽ വോയിസ് മെസ്സേജ് ഇടും. ഗ്രാൻഡ്പാ, നിങ്ങളെവിടെയാ? ഇവിടെ കാര്യങ്ങളാകെ കൈവിട്ടുപോയി. എന്നാൽ അതേസമയം ഫോറസ്റ്റിൻ്റെ മറ്റൊരു വശത്ത് ഏതോ ശത്രുക്കളോട് ലേസർ തോക്കൊക്കെ ഉപയോഗിച്ച് പോരാടുന്നുണ്ടായിരുന്നു. സ്പേസിൽ വില്ലനായ വിൽഗാസിൻ്റെ കൂറ്റൻ സ്പേസ് ഷിപ്പിലെ സെൻസറുകൾ എർത്തിൽ നിന്നുള്ള ഒമിനി എനർജി സിഗ്നൽ തിരിച്ചറിയുന്നു. വിവരം അറിഞ്ഞ് തൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ട് വിൽഗാസ് പറയുന്നു, ഒടുവിൽ അത് പുറത്തു വന്നു. ഈ പവറിന് എന്നെന്നും ഒളിച്ചിരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു. പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കാനുള്ള താക്കോലാണ് ആ ആയുധം. അത് കൈക്കലാക്കാൻ എർത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ മെയിൻ ഏജൻറ്റിനോട് ഉടനെ പറയൂ. അങ്ങനെ ബെൻ 10 കോമിക്സിൻ്റെ ഇഷ്യൂ 1 ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനിയും കുറച്ച് ഇഷ്യൂകളുണ്ട്. ബാക്കിയുള്ള ഇഷ്യൂകളൊക്കെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.